വ്യാപാര സ്ഥാപനങ്ങളിൽ പകുതിയോളം വെള്ളം കയറി. നൂറുകണക്കിന് വാഹനങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി നടന്നു. അരയോളം വെള്ളത്തിൽ നീന്തിയല്ലാതെ പലർക്കും താമസ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല. ഷാർജ അൽവഹദ റോഡിന്റെ ഇരുവശങ്ങളിലെയും മഴ ദുരിത കാഴ്ചയാണ് ഇത്. അബൂഷാഗര, അൽകാസ്മിയ, അൽമജാസ്, മുവൈല, നാഷണൽ പെയിന്റ് തുടങ്ങി നഗരത്തിൽ വെള്ളം കയറാത്ത ഇടം കുറവാണ്. ഇന്നലെ രാത്രിയാണ് 12 മണിയോടെ പെരുമഴയും കാറ്റും തുടങ്ങിയത്. പുലർച്ചെ വരെ മഴയും കാറ്റും ഇടിമിന്നലുമായി ഭയപ്പെടുത്തും വിധമായിരുന്നു പെരുമഴ. ദുബായിലെ കിസൈസ് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നുമുള്ള കാഴ്ചയാണ് ഇത്. റോഡ് ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇതിലൊന്നും വാഹനങ്ങൾ കടന്നു പോകാവുന്ന അവസ്ഥയല്ല. ദുബായിലെ കിസൈസിലെ ഈ അവസ്ഥ പോലെ തന്നെയാണ് മറ്റ് പലയിടങ്ങളിലെയും കാഴ്ച എന്ന് പറയുന്നത്. ദുബായിൽ കിസൈസിനൊപ്പം അൽനഹദ, റാഷ്ദിയ, മിർദിഫ്, അൽമർജാൻ, ഗ്ലോബൽ വില്ലേജ് പരിസരം എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. പലയിടത്തും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിഞ്ഞില്ല. ഓഫീസുകൾ മിക്കതും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറി. ദീർഘദൂര ബസ് സർവീസുകൾ നിർത്തിവെച്ചു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. ഫുജൈറയിലെ അൽതവീൻ മേഖലയിലാണ് ഏറ്റവും അധികം മഴ പെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. 47.9 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. റാസൽ ഖൈമയിലെ അൽമർജാനിൽ 39.7 മില്ലിമീറ്റർ മഴയും ഷാർജയിലെ ഗോർഫക്കാനിൽ 33 മില്ലിമീറ്റർ മഴയും ലഭിച്ചു.